Dear students, myself Vishnu S. Nair, Assistant Professor in Mechanical Engineering Department of SNIT, Adur. Today we are going to discuss the topic work measurement, which is in Module 3 from S8 Mechanical Engineering. The subject is Industrial Engineering. And this is my lecture 6 from the Module 3. So if you have not watched the previous lectures, kindly requesting to watch it. As I discussed earlier, today we are going to discuss the topic work measurement. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വർക്ക് മെഷർമെൻറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. ഓൺ മൈ പ്രീവിയസ് ലെക്ചേഴ്സ് ഐ ഹാവ് മെൻഷൻഡ് ദ ടോപ്പിക് വർക്ക് സ്റ്റഡി and which is broadly classified into two, that is method study and work measurement. So this is the second part of the work study. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞല്ല ഈ വീഡിയോ ഈ ഒരു തേർഡ് മോഡ്യൂളിൻ്റെ ആദ്യത്തെ പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വർക്ക് സ്റ്റഡി എന്താണെന്നും അതെങ്ങനെയാണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നതെന്ന്. സോ ഇന്നലെ വരെ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മെത്തേഡ് സ്റ്റഡി, വർക്ക് സ്റ്റഡിയിലെ തന്നെ ഒരു ടോപ്പിക്ക് മെത്തേഡ് സ്റ്റഡി എന്നുള്ളതിലെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർക്ക് മെഷർമെൻറ്റ് എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ മെത്തേഡ് സ്റ്റഡിയിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? മെത്തേഡ് സ്റ്റഡിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ആ ചെയ്യുന്ന രീതികൾ എന്താണ്, എന്തൊക്കെയാണ് അവിടെ അവർ ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ആ ഒരു വർക്കിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ സ്റ്റെപ്പാണ്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളവിടെ പഠിച്ചത്. അതിൽ നിന്നും നമുക്ക് അൺനെസസറി ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് അല്ലാത്ത ആക്ടിവിറ്റീസിനെ എല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്യണം എന്നുള്ളതെല്ലാം പഠിച്ചായിരുന്നു. ഓക്കെ, ഈ ആക്ടിവിറ്റീസിനെ നമുക്ക് വാണ്ടഡ് ആക്ടിവിറ്റി ആണോ അൺവാണ്ടഡ് ആക്ടിവിറ്റി ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടുമെല്ലാം നമ്മൾ സെർട്ടൺ ഡയഗ്രാംസ്, ചാർട്ട്സ് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഹെൽപ്പ് യൂസ് ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ വർക്ക് മെഷർമെൻറ്റ് എന്നുള്ളൊരു ടോപ്പിക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ മെഷർ ചെയ്യുകയാണ്. വർക്കിനെ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? വർക്കിനെ എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? ടൈം യൂസ് ചെയ്താണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, so work measurement is the application of techniques designed to establish the time for a qualified worker to carry out specified jobs at defined level of performance. We have seen how total time to manufacture a product is increased by adding undesirable features to product, bad operation of the processes, and ineffective time added because of worker and management. All these leads to decreased productivity. So we have already discussed, basically the main aim of an industry is to increase the productivity, and its ultimate aim is to increase the profit. So how we can increase the productivity? The first step is by avoiding the unnecessary activities. By avoiding the unnecessary activities and fixing certain time limits for certain jobs. This is how we can increase the productivity. So here comes the term qualified worker. നമ്മൾ ഇവിടെ വർക്ക് മെഷർമെൻറ്റ് ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ തന്നെ അതിൽ ക്വാളിഫൈഡ് വർക്കർ എന്നുള്ളൊരു ടേം നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞായിരുന്നു. എന്താണ് ക്വാളിഫൈഡ് വർക്കർ എന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ വർക്ക് മെഷർമെൻറ്റ് എന്നുള്ളതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ടൈമാണ് അവിടെ മെഷർ ചെയ്യുന്നത്. എന്തിനാണ്? ഈ വർക്ക് എഫക്റ്റീവ് ആയിട്ടാണോ ചെയ്യുന്നത്, ഈ പറഞ്ഞ ടൈം ലിമിറ്റിൻ്റെ അകത്താണോ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ വർക്ക് മെഷർമെൻറ്റ് എന്നുള്ള കാര്യം നമ്മൾ ചെയ്യുന്നത്. സോ ഹിയർ കംസ് ദ ടേം ക്വാളിഫൈഡ് വർക്കർ. ഹൂ ഈസ് എ ക്വാളിഫൈഡ് വർക്കർ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. വൺ ഹൂ ഈസ് accepted as having the necessary physical attributes, who possess the required intelligence, education, and has acquired the necessary skill
and knowledge to carry out the work in hand to satisfactory standard of safety, quality and quantity. In setting the time standards, especially when they are to be used for incentives, the standard to aimed at is one which can be attained by the qualified worker. A representative worker is one whose skill and performance is average of the group under consideration. He or she may not be necessarily a qualified worker. സോ ആരാണ് ക്വാളിഫൈഡ് വർക്കർ എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ് ഈ പറഞ്ഞത്. സോ ക്വാളിഫൈഡ് വർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വർക്കിന് സർട്ടൺ സ്റ്റാൻഡേർഡ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സ്റ്റാൻഡേർഡിന് ഈ പറഞ്ഞ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അയാൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കണം, കറക്റ്റായിട്ടുള്ള എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം, കറക്റ്റായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ സർട്ടൺ സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് വരുന്നത് സേഫ്റ്റി, ക്വാണ്ടിറ്റി, ക്വാളിറ്റി എന്നുള്ള 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ആ സ്റ്റാൻഡേർഡ് സാറ്റിസ്ഫാക്ടറി ലെവലിൽ കംപ്ലീറ്റ് ചെയ്യണം ഒരു വർക്കിനെ സംബന്ധിച്ച്. അങ്ങനെ ചെയ്യുന്ന ഒരു വർക്കറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിഫൈഡ് വർക്കർ എന്ന് പറയുന്നത്. സോ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് യൂസസ് ഓഫ് വർക്ക് മെഷർമെൻറ്റ്. ലെറ്റ് us discuss some of the important points regarding the uses of work measurement. The first one is manpower planning. The second one, production planning and scheduling, estimating production cost, cost reduction and control, rational basis for incentives, performance appraisal, training of employees, comparing alternative methods, accepting new orders, fixing the selling cost. These are the objectives and uses of the work measurement. So ഈ പറഞ്ഞത് എങ്ങനെയാണ് ഒരു കമ്പനിയിൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ യൂസസ്, വർക്ക് മെഷർമെൻറ്റ് യൂസസ് ആവുന്നതെന്നുള്ളത് നോക്കാം. ഒരു ജോബിനെ എത്ര ടൈം കൊണ്ട് നമ്മൾ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മൾ അതിനെ ഓൾറെഡി ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് പഠിച്ചു. ഇനി എത്രമാത്രം ടൈം അതിന് വേണ്ടി വരും എന്നുള്ളത് നമ്മൾ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ട് എത്ര വർക്കേഴ്സിനെ അവിടെ വേണ്ടി വരും, ഒരു ഷിഫ്റ്റിൽ എത്ര വർക്കേഴ്സ് വേണ്ടി വരും, എത്ര ഷിഫ്റ്റ് നമുക്കവിടെ റൺ ചെയ്യേണ്ടി വരും, ഡേ നൈറ്റ് ഷിഫ്റ്റ് പ്ലാൻ ചെയ്യണോ, എങ്ങനെയുള്ളതാണ് എന്നുള്ളതെല്ലാം നമുക്ക് മാൻ പവർ പ്ലാനിങ്ങിൽ വരുന്നത് കാര്യങ്ങളാണ്. അതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾ ചെയ്യുന്ന വർക്കിനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യണം, എന്തുമാത്രമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള മാൻ പവർ പ്ലാനിങ് ആ ഒരു കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മാൻ പവർ പ്ലാനിങ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ബാക്കിയുള്ള കുറവാണ്, മാൻ പവർ പ്ലാനിങ് വളരെ കുറവാണ്. അങ്ങനെയെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ബാക്കിയുള്ള വർക്കേഴ്സിന് ഓവർലോഡ് ഉണ്ടാവും. ആ ഓവർലോഡ് കാരണം ആ വർക്കേഴ്സിന് ഫാറ്റിഗ് ഉണ്ടാവും. അൾട്ടിമേറ്റ്ലി അതെന്തായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്? അൾട്ടിമേറ്റ്ലി അവിടെ നിർമ്മിക്കുന്ന, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലായിരിക്കും അത് എഫക്റ്റ് ആവുന്നത്. ദ ഫസ്റ്റ് തിങ്, ക്വാളിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ്. ആ ക്വാളിറ്റി നഷ്ടപ്പെടുന്നു. രണ്ടാമത് എന്തെന്നാണ്? ഡിസൈഡ് എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി. നമുക്ക് എത്ര എമൗണ്ട് ആണോ നമ്മൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ എമൗണ്ട് നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാതെ വരും. അതുവഴി എന്താണ്? കമ്പനിക്ക് ലോസ് ഉണ്ടാവും. കമ്പനി അഷ്യൂർ ചെയ്ത് വച്ചേക്കുന്ന ടാർഗറ്റ് അവിടെ സെല്ല് ചെയ്യാനായിട്ട് പറ്റാതെ വരും. കാര്യം പ്രൊഡക്ഷൻ ഇല്ല. സോ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ എല്ലാം വർക്ക് മെഷർമെൻറ്റ് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. എവിടെയൊക്കെയാണ് നമുക്ക് കാശ് ലാഭിക്കാൻ പറ്റുന്നത്. സോ ഇങ്ങനെയുള്ളതെല്ലാം എന്ത് ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ? ഈ വർക്ക് മെഷർമെൻറ്റ് എന്നുള്ളത് എഫക്റ്റീവായിട്ട് ചെയ്താൽ മാത്രമേ അവിടെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ ദി യൂസസ് ഓഫ് വർക്ക് മെഷർമെൻറ്റ്. To compare the efficiency of alternate methods. When 2 or more methods are available for doing the same job, the time for each method is found out by work measurement. The method which takes minimum time is selected. The second one, standard time is used as the basis of wage incentive schemes. It helps for the estimation of cost. Knowing the time standards
it is possible to work out the cost of product. This helps to quote the rates for tenders. It helps to plan the workload of man and machine. Work measurement helps to determine the requirement of men and machine. When we know the time to produce one piece and also the quantity to be produced, it is easy to calculate the total time requirement, so that it is easy to calculate what are the requirement of men and machines. And work measurements helps in better production control. Time standards help accurate scheduling, so the production control can be done efficiently. It helps to control the cost of production. With the help of time standards, the cost of production can be worked out. This cost is used as the basis of control. It helps to fix the delivery date to the customer. By knowing the standard time, we will be able to calculate the time required for manufacturing the required quantity of products. These are the uses of work measurement. എന്തൊക്കെയാണ്? കറക്റ്റായിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നു. സ്റ്റാൻഡേർഡ് ടൈം എത്രയാണ്? ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്ര സമയം വേണം. അങ്ങനെയെങ്കിൽ ഒരു പ്രോഡക്റ്റിന് 10 മിനിറ്റ് വേണം. 100 പ്രോഡക്റ്റ് നമുക്ക് നിർമ്മിച്ചെടുക്കണം, പ്രൊഡ്യൂസ് ചെയ്തെടുക്കണമെങ്കിൽ എത്ര സമയം വേണമെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പ്രോഡക്റ്റിന് 5 വർക്കേഴ്സ് വേണം. അങ്ങനെയെങ്കിൽ 100 പ്രോഡക്റ്റിന് നമുക്ക് എന്തുമാത്രം വർക്കേഴ്സ് വേണം? ഇതെല്ലാം നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ രീതിയിൽ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? കറക്റ്റായിട്ടുള്ള പ്ലാനിങ് ആണ് അവിടെ ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു പ്രോഡക്റ്റിന് എന്തുമാത്രം ഒരു മെഷീനിങ് എന്നുള്ള ഓപ്പറേഷൻ, വർക്ക്മാൻ എത്ര വേണം എന്നുള്ളത്, അതിനെ എല്ലാത്തിനെയും ബേസ് ചെയ്തിട്ട് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ആ പ്രൈസ് എത്രയാണ്, സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നുള്ളത് വരെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വർക്ക് മെഷർമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. The techniques for the work measurement. First one, time study. The second one, activity sampling. Third one, synthesis from standard data. Fourth one, predetermined motion time system. Another one, estimating, analytical estimating, comparative estimating. These are the different techniques which is practiced in an industry for the work measurement. First one, time study. Time study may be defined as the art of observing and recording the time required to do each detail of an industrial activity or the operation. So time study എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ആക്ടിവിറ്റി ചെയ്യാനെടുക്കുന്ന സമയം ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ടൈം സ്റ്റഡി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആക്ടിവിറ്റി അല്ലെങ്കിൽ ഓരോ ഓപ്പറേഷൻ. ഒരാൾ നട്ടും ബോൾട്ടും മുറുക്കുന്നു. ആ ഒരു നട്ടും ബോൾട്ടും മുറുക്കുന്നത് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ്. അതിന് ടോട്ടൽ എന്തുമാത്രം ടൈം എടുക്കുന്നു എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ്? നമ്മളൊരു സ്റ്റോപ്പ് വാച്ചും കൊണ്ടുവന്നിരുന്ന് ഒബ്സർവ് ചെയ്ത് നമ്മൾ അതിന് എത്ര ടൈം എടുക്കുന്നു എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ അവിടെയാണ് ടൈം സ്റ്റഡി എന്നുള്ളത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, മെൻറ്റൽ ടൈം ഇൻക്ലൂഡ്സ് ദ ടൈം ടേക്കൺ ബൈ ദ ഓപ്പറേറ്റർ ഫോർ തിങ്കിങ് ഓവർ സം ഓൾട്ടർനേറ്റ് ഓപ്പറേഷൻസ്. ആൻഡ് മാനുവൽ ടൈം consists of 3 types of operations, that is related with the handling of materials, handling of tools and handling of machines. Machining time includes the time taken by the machines in performing the requisite operations. The time study standardizes the time taken by average worker to perform these operations. So usually in the time study, the time is divided into 3, that is mental time, manual time and machining time. So these are the definitions for mental time, manual time and machining time. What are the objectives of time study? Let us discuss some of the objectives of time study. Target time for each job can be scientifically estimated. With this estimate, realistic schedules and manpower requirements can be prepared. Sound comparison of alternative methods is possible by comparing their basic times.
Useful wage incentive schemes can be formulated on the basis of target times. It can lead to proper balancing of the work distribution. These are the main objectives of the time study. എന്തൊക്കെയാണ് ടൈം സ്റ്റഡി കൊണ്ട് നമുക്ക് ഒരു ടാർഗറ്റ് ടൈം, ഒരു വർക്ക് ചെയ്ത് തീർക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ടൈം എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുവഴി നമുക്ക് മാൻ പവർ, എത്ര പേരെ ജോലിക്ക് നിയമിക്കണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? ഈ ടൈം ഈ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ 20 മിനിറ്റ് എടുക്കും. മറ്റേതെങ്കിലും ആക്ടിവിറ്റിയിൽ കൂടെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പക്ഷേ കുറഞ്ഞ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അതിനും ഈ പറഞ്ഞ ടൈം സ്റ്റഡി തന്നെയാണ് ഹെൽപ്ഫുള്ളായിട്ടുള്ളത്. ഒരാൾ 10 മണിക്കൂർ ജോലി ചെയ്തു, അയാളുടെ ജോലി ഭാരം ഇത്രയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അയാൾക്ക് സാലറി കൊടുക്കണം, അതിനും ടൈം സ്റ്റഡി വേണം. ഒരാളെ കൊണ്ട് മാത്രം നമുക്ക് ഈ 10 മണിക്കൂറോ 20 മണിക്കൂറോ ജോലി ചെയ്യിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്, 15 മണിക്കൂറുള്ള ജോലിയാണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് വെച്ച് കൊടുക്കണം, ഷിഫ്റ്റ് വെച്ച് കൊടുക്കണം. അതിനും 15 മണിക്കൂർ ജോലി ഉണ്ടെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം, എന്നാലേ അത് ഷിഫ്റ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ടൈം സ്റ്റഡി എന്നുള്ളതാണ് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു മെത്തേഡ്. ആൻഡ് ദ പ്രൊസീജിയർ ഫോർ ടൈം സ്റ്റഡി: select the job for the study and define the objectives of the study. This needs statement of the use of results, precision required, and the desired level of confidence in the estimated time standards. Analyze the operation to determine if the standard method and conditions exit and workers is properly trained. This method study or training of operator should be completed before starting the time study. Select the operator to be studied if more than one can perform the task. Record the information about the standard method, operator, operation, product machine, quality required and working conditions. Divide the operations into reasonably small elements. നമ്മൾ ഒരു ടൈം സ്റ്റഡി എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പ്രൊസീജിയറാണ് ഈ പറഞ്ഞേക്കുന്നത്. ആദ്യം എന്തിനാണ് ടൈം സ്റ്റഡി ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കുക, എന്തായിരിക്കണം റിസൾട്ട് എന്നുള്ളത് മനസ്സിലാക്കുക, എവിടെയാണ് ടൈം സ്റ്റഡി ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിന് വേണ്ട അയാളുടെ ഓപ്പറേറ്റർ ആരാണ് ചെയ്യുന്നത്, അയാൾക്ക് എന്തുമാത്രം എക്സ്പീരിയൻസ് ഉണ്ട്, മെഷീൻ എന്താണ്, അവിടെ യൂസ് ചെയ്യുന്ന ക്വാളിറ്റി എന്തൊക്കെയാണ്, ക്വാളിറ്റി ആസ്പെക്ട്സ് വരുന്ന എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം ആ ചെയ്യുന്ന വർക്കിനെ സ്മോൾ എലമെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ദ ടൈം the operator for each element estimate the total number of observations to be taken, collect and record the data of required number of cycles by the way of timing and rating the operator. For each element of operation, note down the representative watch time and calculate normal time as follows. That is, normal time is equal to observed time into rating factors. Calculate normal time for the whole job by adding normal time of various elements. Determine standard time by adding the allowance to normal time of the operation. Some of the allowance such as personal allowance, that is 20%, or fatigue allowance 5%, or preparation allowance 5%, are generally used, or these can be taken from the company's policy book or by conducting an independent study. Thus, finally we will get the standard time is equal to normal time plus the allowances. So ഓപ്പറേറ്റർ ആരാണെന്നുള്ള മനസ്സിലാക്കി. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അയാൾ എന്തുമാത്രം ഒബ്സർവേഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യണം. 5 പ്രാവശ്യം ഒബ്സർവ് ചെയ്യണോ, 6 പ്രാവശ്യം ഒബ്സർവ് ചെയ്യണോ, 10 പ്രാവശ്യം ഒബ്സർവ് ചെയ്യണോ എന്നുള്ളത് നമ്മളൊരു തീരുമാനമാക്കണം. അത് കഴിഞ്ഞിട്ട് ഓരോ ഓപ്പറേഷൻസിലും അയാൾ എടുക്കുന്ന നോർമൽ ടൈം എത്രയാണെന്നുള്ള കണ്ടുപിടിക്കുക. ആ നോർമൽ ടൈം എല്ലാം കൂടെ കൂട്ടുക, അതിൻ്റെ കൂടെ അലവൻസ് കൂട്ടുക. ആ അലവൻസ് എല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ടൈമാണ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ഇതിൽ 2 കാര്യം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. നോർമൽ ടൈം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ടൈം ഈസ് ഈക്വൽ ടു ഒബ്സർവ് ടൈം ഇൻറ്റു റേറ്റിംഗ് ഫാക്ടർ എന്നുള്ള ഫോർമുല ഓർക്കണം. സ്റ്റാൻഡേർഡ് ടൈം ഈസ് ഈക്വൽ ടു നോർമൽ ടൈം പ്ലസ് അലവൻസസ്. ഇനി എന്തിനാണ് ഈ അലവൻസ് കൊടുക്കുന്നത്, അലവൻസ് എന്താണ്, അലവൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അലവൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാനുമുണ്ട്.
So the advantages, the main advantages of time study is to plan future production. They are required for, that is by estimation of equipment or machinery requirements, estimation of product cost, estimating manpower requirements, taking or buying decisions, balancing the work operators, estimating the delivery date. These are the subcategory of how to plan future production. So these are the advantages. By conducting the time study, we are able to understand what is the need, how much machine time is needed, how much manpower is needed. And another advantage is time standard helps in evaluation of performance as in following cases. That is the evaluation of productivity of various workstations, the development of individual or group incentive schemes for above average performance. And the limitations of time study are: standards cannot be established by this technique on jobs which are not well defined. In situations where it is difficult to define the quality, precisely standards and production incentives may cause deteriorations in the quality levels. It is not possible to maintain standards where piece rate system of wage payment exists. Labor unions may oppose the application of time study where they are strong. Time study is applicable only where the work is visible, so it can be applied only in manual job and not for thinking portions of the job. Only specific type of jobs which have identifiable starting and the ending points can be timed accurate. So these are the limitations of time study. ടൈം സ്റ്റഡി നമ്മൾ കണ്ടക്ട് ചെയ്യാൻ നേരത്ത് അവിടെ ശക്തമായ ഒരു ട്രേഡ് യൂണിയൻ നിലനിൽക്കുകയാണ്, ലേബർ യൂണിയൻ നിലനിൽക്കുകയാണെങ്കിൽ അവർ അതിനെ ഒപ്പോസ് ചെയ്യും. അവർ പറയും നിങ്ങളിത് കണ്ടക്ട് ചെയ്യുന്നത് വഴി വർക്കേഴ്സിൻ്റെ സാലറിയെ വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് ആരോപിക്കാം. പിന്നെ ഇതുവഴി വർക്കേഴ്സിൻ്റെ ഇൻസെൻറ്റീവ്സിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതെല്ലാം അവർക്ക് പറയാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് വേണമെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യാം. സോ ഈ പറഞ്ഞുള്ള ലിമിറ്റേഷൻസ് എല്ലാം ടൈം സ്റ്റഡിക്കുണ്ട്. ടൈം സ്റ്റഡി ഒരു ഇൻഡസ്ട്രിയിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ ഉള്ള ലിമിറ്റേഷൻസ് ഒക്കെയാണിത്. സോ താങ്ക് യു ഓൾ. ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദിസ് വീഡിയോ. താങ്ക് യു.